ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ കളി തോറ്റു. പൊരുതി തോറ്റെങ്കിൽ അതിന് ഒരു അന്തസ്സുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ നാണംകെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. സൗത്ത് ആഫ്രിക്ക ഒരു ഇന്നിങ്സിൻ്റെയും 32 റൺസിൻ്റെയും വിജയമാണ് സ്വന്തമാക്കിയത്. ഇന്ന് ഇന്ത്യ കളി തോറ്റ ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ സെക്കൻഡ് ഇന്നിങ്സിൽ വിരാട് കോഹ്ലി മാത്രമാണ് ഒന്ന് കളിച്ചത്. 76 റൺസ് കോഹ്ലി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആദ്യ ഇന്നിങ്സിൽ രാഹുലും സെഞ്ചുറി അടിച്ചു. ബാക്കി എല്ലാ താരങ്ങളും ഫ്ലോപ്പായിരുന്നു. എന്തായാലും ഇന്ന് കളി തോറ്റ ശേഷം രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. വേൾഡ് കപ്പിന് ശേഷമുള്ള ആദ്യത്തെ മത്സരമായിരുന്നു ഇത്. എനിക്കിവിടെ കളിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ വളരെ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഒരു ടെസ്റ്റ് പരമ്പര ഞങ്ങളുടെ സ്വപ്നമാണ്. ഒരുപാട് വർഷമായി ഇവിടെ വന്ന് ഒരു പരമ്പര നേടിയിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ജയ്സ്വാൾ, ഗില്ലെ തുടങ്ങി എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. കോഹ്ലിയെ പോലെ മികച്ച രീതിയിൽ കളിക്കുന്ന താരങ്ങളെ ടെസ്റ്റിൽ ആവശ്യമാണ്. ഒരുപാട് യുവതാരങ്ങളെ ടെസ്റ്റിലേക്ക് ഞങ്ങൾ എടുക്കുന്നുണ്ട്. സഞ്ജുവിനൊക്കെ ടെസ്റ്റിൽ ഉടനെ തന്നെ അവസരം കിട്ടും. ക്ഷമയോടെ കളിക്കുന്ന താരങ്ങളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. പൂജാര, രഹാനെ തുടങ്ങിയ താരങ്ങൾ ടീമിൽ ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. തെറ്റുകൾ മനസ്സിലാക്കി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ നിരാശയിലാണ്. വളരെ മോശം കളിയാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. സൗത്ത് ആഫ്രിക്ക ഈസി ആയിട്ട് ടെസ്റ്റ് ജയിച്ചു. ആകെ കൂടി ഒരു ഇന്നിങ്സ് മാത്രമേ അവർക്ക് കളിക്കേണ്ടി വന്നുള്ളൂ. അതുപോലും ഇന്ത്യക്ക് എടുക്കാൻ സാധിച്ചില്ല. ഒരു ഇന്നിങ്സിന് തോൽക്കുകയെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ നാണക്കേട് ഇന്ത്യക്ക് ഇനി കിട്ടാനില്ല. ശ്രേയസ്, ഗില്ലെ, ജയ്സ്വാളൊക്കെ വളരെ മോശം ബാറ്റിംഗ് ആണ് പുറത്തെടുക്കുന്നത്. സഞ്ജുവിനെ പോലുള്ള താരങ്ങൾ ടെസ്റ്റിലേക്ക് വരണമെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജു അവസാന ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിലേക്ക് സഞ്ജു വന്നാൽ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.